ലൈക്ക് അടിപൊളിയായിരുന്നു, നല്ല രീതിക്ക് വർക്കൗട്ട് ആയിട്ടുണ്ട്. ഹ്യൂമേഴ്സ് മാക്സിമം എന്താ പറയുക, അൽത്താഫിക്കൻ്റെ ഒരു മാനറിസം നമുക്ക് അറിയാമായിരിക്കും, അത് മാക്സിമം വർക്കൗട്ടുണ്ട്. അനാർക്കലി അതേ കണക്ക് തന്നെ നല്ല രീതിക്ക് പരിപാടി ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാവരും സ്കോർ ചെയ്തിട്ടുണ്ട്. ഒരു ചിരിപ്പടമാണ്, ചിരിക്കാൻ ഒത്തിരി ഉണ്ട്. ഭയങ്കര സെൻറ്റിമെൻ്റൽ ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. നല്ല രസമുള്ള ഒരു ഫാമിലി എൻ്റർടൈനറാണ്. ഫാമിലി എന്നല്ല, ഏത് ഏജ് ഗ്രൂപ്പിലുള്ളവർക്കും കാണാം, കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ കാണാൻ പറ്റുന്നത്. അടിപൊളിയാണ്, നല്ല അടിപ്പം കോമഡിയാണ്, ഒന്നും പറയാനില്ല. ഒരുപാട് ചിരിച്ചു. അപ്പോൾ എല്ലാവരും ഫാമിലി ആയിട്ട് കാണേണ്ട ഒരു പടമാണ്. പടം കാണുക, ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്തായാലും ബോറടിക്കില്ല. 2 മണിക്കൂർ സംതിങ് എന്തായാലും ഇഷ്ടപ്പെടും എന്നെനിക്ക് തോന്നുന്നു. ഇപ്പം ആദ്യത്തെ ഷോ കഴിഞ്ഞിട്ടേ ഉള്ളൂ. എന്തായാലും എല്ലാവരും പോയി കാണുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഫ്രണ്ട് സർക്കിൾ തമ്മിലുള്ള ഒരു പരിപാടിയാണ്, ഈ ഒരു കൂട്ടായ്മയുടെ പടമാണ്. അപ്പോൾ മൊത്തത്തിൽ നല്ല ആ ഒരു ഔട്ട്പുട്ട് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഫണ്ണിയാണ്, പിന്നെ കുറച്ച് ഇമോഷണലാണ്, എല്ലാമാണ്, അടിപൊളിയാണ്. ഭയങ്കര ഫൺ എൻ്റർടൈനർ പരിപാടിയാണ്. നമുക്ക് മറ്റേ ലൈറ്റ് ഹാർട്ടഡ് എന്ന് പറയുന്നൊരു സംഭവം, ഒരു ടെൻഷനോ പ്രശ്നമൊന്നും ഇല്ലാണ്ട് വന്ന് റിലാക്സ് ചെയ്ത് കണ്ടിട്ട് പോകാൻ പറ്റുന്ന സിനിമയാണ്. പിന്നെ ഏറ്റവും എടുത്ത് പറയേണ്ടത് അതിൻ്റെ BGM-ഉം മ്യൂസിക്കൽ പാട്ടാണ്. മ്യൂസിക് ഭയങ്കര, പാട്ടുകളെല്ലാം ഗംഭീരമായിട്ടുണ്ട്. ആ BGM ഭയങ്കരമായിട്ട് പടത്തെ എലിവേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു മൂഡിലുള്ള നല്ലൊരു പടം, കുഴപ്പമില്ല. അത് പാട്ടും മറ്റേ സൗണ്ട് മിക്സൊക്കെ നല്ല രസമായിട്ടുണ്ട്. എന്തായാലും സ്റ്റോറി വൈസ് നോക്കുകയാണെങ്കിൽ മറ്റേ അൽത്താഫ്, അതേപോലെ തന്നെ എനിക്ക് പേര് ശരിക്കും അറിഞ്ഞൂടാ, നല്ല രസമായിട്ട് അനാർക്കലി നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്, നല്ല രസമായിട്ടുണ്ട്, കൊള്ളാം. നല്ല പടം, സിമ്പിളായിട്ടുള്ളൊരു കഥ, അത് എല്ലാവർക്കും കണക്റ്റ് ആവുന്ന രീതിയിലാണ് അണിയിച്ചിരിക്കുന്നത്. പിന്നെ ഇതിൽ 5 ഡയറക്ടർമാർ ഒരുമിച്ച് അഭിനയിച്ച ഒരു ചിത്രം കൂടിയാണ്. രസമുണ്ട്, അൽത്താഫും അനാർക്കലി നല്ല രസമുണ്ട്, കോമ്പോ രസമാണ്. ഫാമിലി ഒരു ഓറിയൻറ്റഡ് ഒരു മൂവിയാണ്. ത്രൂ കോമഡിയും ആയിട്ട് നല്ല രസമായിട്ട് ഫുൾ ത്രൂ ചിരിക്കാനുണ്ട്, കുറേ ചിരിക്കാനുണ്ട്, രസമാണ് നല്ല. ഗ്രേറ്റ് ഫൺ. ഐ തിങ്ക് ഭയങ്കര നമ്മൾ വർക്ക് ചെയ്തപ്പം കണ്ട പോലെയല്ല. ഇപ്പോൾ സിനിമ വിഷ്വലി വന്നപ്പം അത് കൊണ്ട് മ്യൂസിക് കൊണ്ടും അതിൻ്റെ ബാക്കിയുള്ള എല്ലാ ഇതുകൊണ്ടും ഐ മീൻ ലൈക്ക് ഭയങ്കര എൻജോയ് ചെയ്തു. ഇറ്റ് വാസ് ഗ്രേറ്റ്. നല്ല എൻ്റർടൈനറാണ്, ഭയങ്കര ഫാമിലിയൊക്കെ ആയിട്ട് ഒന്ന് രസിച്ച് കാണാൻ പറ്റുന്ന സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാൻ അതിൽ അഭിനയിച്ചിട്ടുള്ളതുകൊണ്ട് ഞാൻ ആ സിനിമയെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. ഞാൻ എൻജോയ് ചെയ്തു. തൊട്ട് ലാസ്റ്റ് വരെ ചിരിക്കാം, ഫുൾ ഫണ്ണാണ്. കോമഡി, വെൽ ആർട്ടിക്കുലേറ്റഡ്, എല്ലാവരും വന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക. ഗ്രേറ്റ് മൂവി, അടിപൊളി എൻ്റർടൈനറാണ്. ഫാമിലി ആയിട്ട് വന്ന് കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന മൂവിയാണ്. സോ ഡു കം ആൻഡ് വാച്ച്. കോംബോ ആണ്, കാരണം ഈ സബ്ജക്റ്റിൻ്റെ ലൈൻ പോകുന്നത് തന്നെ ഒരു ഫസ്റ്റ് നൈറ്റിൻ്റെ ഒരു സബ്ജക്റ്റ് ലൈനാണ് പോകുന്നത്. പക്ഷേ ആ ഫസ്റ്റ് നൈറ്റിൻ്റെ ഒരു വിധത്തിലും ഐ മീൻ അങ്ങനെ കേട്ട് അല്ലെങ്കിൽ ആ സബ്ജക്റ്റിൻ്റെ ലൈൻ അങ്ങനെ പോകുന്നെന്ന് പറഞ്ഞിട്ട് ഫാമിലിക്ക് കാണാൻ പറ്റാത്ത പോലെയല്ല, നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മൂഡാണ് പോകുന്നത്, നല്ല കോമഡി ആയിട്ടാണ് പോകുന്നത്. ഇറ്റ് വാസ് വെരി ക്യൂട്ട്. അവർ രണ്ടുപേരുടെ ജോഡി നല്ല രസമുണ്ടായിരുന്നു.